എഴുത്തു ലോട്ടറിയുമായി ബന്ധപ്പെട്ട് തൃത്താല മേഖലയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3 പേരെ പിടികൂടിയത്. ഇവരിൽ നിന്നും പണവും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് തൃത്താല പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. തൃത്താല മേഴത്തൂർ വൈദ്യമഠം മുറ്റപ്പള്ളിയാലിൻ സിറാജുദ്ദീൻ, നടുവട്ടം തെക്കേപ്പുറത്തെ പ്രവീൺ, നടുവട്ടം പുറക്കൽ ലാലുപ്രസാദ് എന്നിവരെയാണ് എഴുത്തു ലോട്ടറി കൈകാര്യം ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. മേഴത്തൂർ സെന്ററിലും പുല്ലാനിക്കാവിന് സമീപമുള്ള കടകളിലുമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത്. വൈദ്യമഠം സെന്ററിന് സമീപം കോടനാട് സലൂണിൽ വെച്ചാണ് സിറാജുദ്ദീനെ പിടികൂടിയത്. മറ്റു 2 പേരെ മേഴത്തൂർ സെന്ററിൽ നിന്നും പിടികൂടി. യുവാക്കളുടെ മൊബൈൽ ഫോണിൽ നിന്നും എഴുത്തു ലോട്ടറി നമ്പറുകളും മറ്റു രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 2ഇടങ്ങളിൽ നിന്നുമായി 11,500 രൂപയും പോലീസ് പിടിച്ചെടുത്തു. മൂവരെയും ലോട്ടറി ആക്ട് പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകളിൽ സമ്മാനം നേടാൻ സാധ്യതയുള്ള നമ്പറുകൾ മുൻകൂട്ടി ഊഹിച്ച് എഴുതുന്നതാണ് സമാന്തര എഴുത്തു ലോട്ടറിയുടെ പ്രവർത്തന രീതി. അവസാനത്തെ 2 അക്കമോ 3 അക്കമോ എഴുതാവുന്ന രീതിയിലാണ് മാഫിയ സംഘം സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ടിക്കറ്റിനെ സമ്മാനമടിച്ചാൽ നമ്പർ എഴുതിയ ആൾക്ക് സമ്മാനവും ലഭിക്കും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിനെ നോക്കുകുത്തിയാക്കിയാണ് തൃത്താല മേഖലയിൽ എഴുത്തു ലോട്ടറി മാഫിയ പിടിമുറുക്കുന്നത്. കേരള ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങൾ എന്ന വ്യാജേനയാണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ തൃത്താല പോലീസിന്റെ നേതൃത്വത്തിൽ നേരത്തെയും നടപടികൾ തുടങ്ങിയിരുന്നു. തൃത്താല SHO TV സതീഷ് കുമാർ നേതൃത്വത്തിലായിരുന്നു പരിശോധനയിൽ SI M സുഭാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജിത്, ഷംസീർ, കമൽ, രതീഷ്, പ്രവീൺ, ബാബു, വിപിൻദാസ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. വരൂ, ഇനി ആടിയിൽ ആറാടാം. എടപ്പാൾ ചോയ്സ് വെഡ്ഡിംഗ് കാസിൽ വമ്പിച്ച ആടി സെയിൽ. എല്ലാത്തരം വസ്ത്രങ്ങൾക്കും 5% മുതൽ 50% വരെ ഡിസ്കൗണ്ട്. ചോയ്സ് വെഡ്ഡിംഗ് കാസിൽ, അമാന മാൾ, എടപ്പാൾ.